മലപ്പുറം ജില്ലയിലെ മുണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത്. ഹരിതകർമ്മസേനയുടെ കളക്ഷൻ സെന്റർ ആണ്. നമ്മുടെ നാട് അത്രയും വൃത്തിയായി സൂക്ഷിക്കുന്നതിന് ഏറെ ബഹുമാനമുണ്ട്. പേരെന്താ? റഹ്മത്ത്. ശോഭ. ഓക്കെ, ഇവിടെ അടുത്താണ് വീട്. പേര്? നാട്ടിലുള്ളതെല്ലാം നിങ്ങളത് വൃത്തിയാക്കി വെക്കുന്നു, തരംതിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നാടിനെ സംരക്ഷിക്കുക ചെയ്യുന്നത്. അപ്പൊ നാട്ടുകാർക്കൊരു ബോധ്യം വേണം പ്ലാസ്റ്റിക് വേസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ മക്കളുടെ അടുത്തൊരു തലമുറ വരുമ്പോഴേക്കും ഇവിടെ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളായിരിക്കും. പച്ച പിടിച്ചു കിടക്കുന്ന ഈ മലനിരകൾക്ക് പകരം ഇവിടെ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളായിരിക്കും, ഒരിക്കലും നശിച്ചു പോകാത്തത്. അപ്പോൾ ഇതിങ്ങനെ ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്നു, അത് സംസ്കരിക്കുന്നു, വീണ്ടും ഉപയോഗിക്കുന്നു ഒക്കെ നല്ലത് തന്നെ. പക്ഷെ ഇത് അവനവന്റെ മാലിന്യം അവനവന്റെ അടുത്ത് തന്നെ അതെന്തായാലും സംസ്കരിക്കണം. മാലിന്യം കുറയ്ക്കാനുള്ളൊരു ബാധ്യത ഇവിടെ പൊതുസമൂഹത്തിനുണ്ട്. പേര്? ലിജി. ഓക്കെ, ഹാപ്പി ആണ് ആള് കേട്ടോ. പിന്നെ എന്താ കഴിച്ചേ? ആണോ? വന്നിട്ട് എന്താ കഴിച്ചേ? ക്ഷീണം ആണല്ലേ. ഇന്നലെ വാർഡിൽ എന്ന് പറയുമ്പോ എനിക്ക് വീടുകൾ ഈ പൊരിവെയിലത്ത് നടന്നു വരണ്ടേ അല്ലേ? ഓക്കെ. സുബിന. അയ്യപ്പൻ ഇവരുടെ കൂടെയാണ്. അപ്പൊ എന്തായാലും നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം. അടുത്ത തലമുറ പ്ലാസ്റ്റിക് കൂമ്പാരത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പഴയതുപോലെ പത്രക്കടലാസുകളിൽ സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കണം. പ്രകൃതിയിൽ അലിഞ്ഞു ചേരുന്ന വസ്തുക്കൾ കൊണ്ട് പൊതിഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഓരോ കളക്ഷൻ സെന്ററുകളിലും അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത്രമേൽ ഭീകരമാണ്. ഇങ്ങനെ പോയാൽ അടുത്ത ഒരു തലമുറ ഇവിടെ അധിവസിക്കില്ല.